ഹലോ ഗൈസ്, വെൽക്കം ടു തുടുപ്പ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തലപതി വിജയുടെ വെരി ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഗോട്ട് മൂവിയുടെ ട്രെയിലർ റിയാക്ഷൻ ആണ്. ഇന്ന് എന്താണ് ട്രെയിലറിന്റെ? തലപതിയുടെ അവസാന സിനിമകളിൽ ഒന്നാണ്, അതായത് സെക്കൻഡ് ലാസ്റ്റ് പടം ദ ഗോട്ട്. അപ്പം നമുക്ക് എന്താ ആദ്യം ട്രെയിലറിലേക്ക് തന്നെ ഡയറക്റ്റ് ട്രെയിലറിൽ കിടക്കാം. ഡിയർ നൻപാൻ നൻപീസ്, the greatest of all time. This is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operations, hostage negotiator, field agent, spy. In short, he is a goat of SATs. குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்லை, காந்திய நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோவா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வருது. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. அறிவு இருக்கடா உனக்கு? மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? அனுபவிச்ச இந்த பெயில காந்தியும் அனுபவிக்கணும். இல்லப்பா, யார் இன் டேஞ்சர். இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன், ஆனா ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கல. சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போறாங்க. பிரச்சனையை விட்டு நீங்க ரெண்டு பேரும் சண்டை போட்டு இருக்கீங்க. நல்ல முடியல சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. யோசிக்கிறீங்களா? எவ்வளோ வயசான என்ன, a lion is always a lion. You think you can stop me? You think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா ஐயா. അയ്യോ അല്ല, ഒരുപാട് ആൾക്കാർ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ കണ്ടിട്ട് അങ്ങനെ ഇത് അച്ഛനും മകനും അത് തന്നെ. അപ്പം ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? നൈസ് ട്രെയിലർ. ആദ്യം അഖിലിന്റെ അടുത്ത് തന്നെ ചോദിക്കുക, എന്താണ്? ഞാൻ ഈ അതിനു മുമ്പത്തെ പോസ്റ്ററും ഇതൊക്കെ കണ്ടപ്പം പാട്ടൊക്കെ ഇറങ്ങിയപ്പോ ഒരു ഡിസപ്പോയിന്റ് ആയിരുന്നു, പക്ഷെ ട്രെയിലറിൽ അതൊക്കെ ആ ചെറിയ ലുക്ക്, നമ്മള് പാട്ടിലൊക്കെ വന്നപ്പോ ലുക്ക് കുറച്ച് അമ്മക്ക് കുറച്ച് പക്ഷെ ഇതില് ഓക്കെ ഇതാണ്. പിന്നെ ഇതില് ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്, അതിലും ചെറിയ ഒരുപാട് ഗെറ്റപ്പ് ചേഞ്ച് വരുന്നുണ്ട്. അത് കൊള്ളാം കേട്ടോ, ഒരുപാട് ഗെറ്റപ്പ് ചേഞ്ച് വരുന്നു. ആ പാട്ടൊക്കെ ഗില്ലിയിലെ പാട്ടൊക്കെ പാടി മണിയടിച്ച് എല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷണൽ ട്രാക്ക് ഉണ്ടെന്ന് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതെ, അതുപോലെ തന്നെ ഇപ്പൊ ഇടയ്ക്ക് മോസ്കോ ഉണ്ട്. ഞാൻ ഈ വെങ്കട് പ്രഭുവിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ എന്തോ പറയുന്നുണ്ട്, മോസ്കോയുടെ അവിടെ ഒരു 2004 അറ്റാക്ക് നടന്നിട്ടുണ്ട്, മെട്രോ അറ്റാക്ക്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തൊക്കെയോ ഈ സിനിമയിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് തോന്നുന്നത് മോസ്കോയുടെ ഇതൊക്കെ കാണിച്ചത്. അപ്പൊ വെങ്കട് പ്രഭു ഈ അടുക്ക് ഒരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടോ, ഇതിന് പാസ്റ്റ് നടന്ന ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് സാധനങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്ന് അത് നേരെ ഫ്യൂച്ചറിലേക്ക് അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ട്രെയിലറിൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പാസ്റ്റിൽ നടന്ന ചിലപ്പോ എന്തെങ്കിലും മിഷൻസിൽ പ്രോബ്ലം ഉണ്ടായിട്ട് മോനും അച്ഛനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മിക്കവാറും ക്ലൈമാക്സ് അങ്ങനെയൊക്കെ വരാനാണ് ചാൻസ്. കണ്ടിട്ട് ലാസ്റ്റ് എനിവൺ ക്യാൻ സ്റ്റോപ്പ് മീ അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം വിചാരിച്ചേക്കാളും നല്ലൊരു ട്രെയിലർ ആയിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ. അഖിലിന്റെ അടുത്ത അഖിലിന്റെ പ്രതീക്ഷിച്ചില്ല, ഒട്ടും ഹൈപ്പില്ലാതെ ട്രെയിലർ കണ്ടത്. കാരണം ആ പാട്ട് സോങ്ങുകളൊന്നും നല്ലൊരു
രസമായിട്ട് തോന്നി. അത് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. അതെടുത്ത് പറയേണ്ടത് യുവൻ ശങ്കർ രാജയുടെ പാട്ടുകളൊന്നും ഇതുവരെ അത്ര ഫ്ലോപ്പ് ആയിട്ടില്ലായിരുന്നു. പിന്നെ വിജയുടെ സിനിമ ഫ്ലോപ്പ് ആയാലും പാട്ട് സോങ്സ് എല്ലാം നല്ല ഹൈയിലേക്ക് പോകുന്നുണ്ട്. പോസ്റ്റർ വെച്ച് നോക്കണമെങ്കിൽ എല്ലാം നല്ലൊരു ക്വാളിറ്റി പോസ്റ്ററാണ് എല്ലാം വന്നത്. പക്ഷേ ലാസ്റ്റ് വന്നൊരു പോസ്റ്ററിൽ മറ്റേ ഇപ്പൊ ഈ സീനിലുണ്ട്, നമ്മളിപ്പം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറുന്ന കയ്യിലൊരു ഷീൽഡ് പോലെ, പക്ഷെ അതിപ്പോ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇന്നലെ വന്നപ്പോ എനിക്കൊന്നും ഷീൽഡ് ആണോ അതെ മറ്റെന്തെങ്കിലും ആണോ റോപ്പിൽ പിടിച്ചു. ഇതിപ്പം ഗ്ലാസ് കട്ട് ചെയ്ത് അത് അവര് എഡിറ്റ് ചെയ്ത് അവര് മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നുന്നല്ലേ, എല്ലാരെയും ഒന്ന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇപ്പൊ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ ഒരുപാട് കൺട്രീസ് ഒക്കെ കാണിക്കുന്നുണ്ട്, അപ്പം വിഷ്വലി സൂപ്പർ ആയിരിക്കും. ബാങ്കോക്ക് ഉണ്ട്, ഇവിടെ നമ്മളെ ട്രിവാൻഡ്രം ഉണ്ട്. പിന്നെ എല്ലാരും പറയുന്ന എക്സ്ക്ലൂസീവ് റൂമർ പുറത്തുവിടണം. തലമുതിരിവിടെ തലയുണ്ട്. MS ധോണി സിനിമയില് ഒരു ചെറിയ ക്യാമിയോ റോള് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു സീനെ കാണുമ്പോ സൂപ്പർ കിങ്സിനെ കാണുമ്പോ പുളകം കൊള്ളൂ. നമുക്കും ഒരു പങ്കുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വെച്ചാണ് ഷൂട്ടിങ്. നമ്മളെ വിജയിനെ അത്രത്തോളം തളപതിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളവര്. നല്ല ഒരു സ്വീകരണമാണ് വിജയിക്കുന്നത്. തമിഴ്നാട്ടിൽ എങ്ങനെയാണോ അതേപോലെയാണ് കേരളത്തിലും വിജയ് എന്ന് പറയുമ്പോ. അപ്പൊ ഇത് നമ്മളൊന്നും എടുത്തോണ്ടേ വിജയിനകത്ത് ഒരു റോയുടെ ഏജന്റ് ആണ്. എനിക്ക് തോന്നുന്നത് വിജയുടെ പ്രായത്തിലുള്ള ലുക്കിലുള്ള അപ്പ എന്ന് പറഞ്ഞു ആ വിജയ് ഓൾറെഡി ഒരു റോ ഏജന്റ് ആയിരുന്നു. പിന്നെ വീണ്ടും മിഷൻ ഇങ്ങനെ വിളിക്കുന്നതാണ്. അപ്പൊ ആ മകനും അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന പോലെ റോ ഏജന്റ് പോലെ വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വിജയുടെ പക്ക സിനിമയാണ്. വിജയ് എടുത്തു വന്നിരിക്കുന്ന അതേ മോഡൽ സിനിമയാണ്. വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ പോകണ്ട. കാസ്റ്റ് നല്ലൊരു ചേസ് സീനും ആക്ഷൻ രംഗങ്ങളാണ്. വിജയുടെ കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കോമഡി കാണും, ലവ് ട്രാക്ക് കാണും, എല്ലാം ഓൾ ഇൻ ഓൾ ആയിരിക്കും. കാരണം വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് പടം ഇനി ഫെയർവെൽ ആയിട്ട്. പിന്നെ പറയേണ്ടത് അവസാനത്തെ ടൈറ്റിൽ കാർഡ്. ഇപ്പം വരുന്ന ടൈറ്റിൽ കാർഡുകളല്ല ലിയോയ്ക്ക് ഇപ്പം ഇതില് ഗോട്ടിലും നൈസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ട്രെയിലറിൽ അമ്മാതിരി ഒരു സർപ്രൈസ് ഉണ്ടെന്ന്, അത് പക്കായിരുന്നു. എനിക്കൊന്നും അത് ഒളിപ്പിച്ച് വെച്ചിരുന്നേണെന്ന് തോന്നി. ഇതിലൂടെ ഇറക്കി വിടാൻ വേണ്ടി. ഇതിനു മുന്നേ ലിയോ നമുക്ക് വലിയ ഹൈപ്പ് തരരുത് എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും നാൾ നിന്നത്. ഇപ്പൊ ഒറ്റ ട്രെയിലറിൽ നല്ലൊരു ഹൈപ്പ്. സിനിമ മുന്നേ ലോ ഹൈപ്പില് ഇതിന്റെ പോസ്റ്റർ എല്ലാം ലോ ഹൈപ്പില് വന്ന പടമാണ്. ഇപ്പം കേറി കൊളുത്തിയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് പുള്ളിയുടെ വെങ്കട് പ്രഭുവിന്റെ ഇന്റർവ്യൂ പുറത്തു വരുമ്പോഴും ചെറിയ ട്രോളുകളും ഉണ്ട്. വീണ്ടും ഏജന്റ് കളിയും 2-3 ഡബിൾ റോൾ ആയിട്ട്, ഡബിൾ അല്ല ഒരുപാട് കാലഘട്ടമാണ് കാണിക്കുന്നത്. മെയിൻ ആയിട്ട് 2 ഡബിൾ റോളാണ് വരുന്നത്. അങ്ങനെ വരുമ്പോ നമുക്ക് എന്തായാലും കണ്ടറിയാം. തിയേറ്ററൊക്കെ കുലുങ്ങും. അതുപോലെ തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററും, ഒരു തിയേറ്റർ പോലും ഇല്ല, എല്ലാ തിയേറ്ററിലും എല്ലാ വിജയ് പടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി കേരളത്തിൽ എത്ര തിയേറ്റർ കിട്ടുമെന്ന് നോക്കാം. സെപ്റ്റംബർ 5 ഈ അടുത്ത് ആണ് വരുന്നത്. സിനിമ ഓണത്തിന് മുന്നേ ആകുമ്പോ ഓണത്തിന് വെച്ചേക്കുന്ന റിലീസ് കേരളത്തിൽ ഒരുപാട് മലയാള സിനിമകളുണ്ട്. അതിന് മുന്നേ വരുന്നത് എന്തായാലും നല്ലതായി. വിജയുടെ സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തിയേറ്റർ ഉണ്ടാവും. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സെപ്റ്റംബർ 5 ഗോട്ട് ഞെട്ടിപ്പോയി. ഒരു പ്രത്യേക ദിവസമല്ല, പ്രത്യേക ഒരു ഇതല്ല. സാധാരണ വിജയുടെ എന്തെങ്കിലുമൊക്കെ ദീപാവലി അങ്ങനത്തെ ഇതൊരു ബന്ധമില്ലാത്ത ദിവസം. അത് മലയാളികൾക്ക് നല്ലതാണ്. ഓണം ക്ലാഷ് വരത്തില്ല. ഇതിന് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ഓണം ക്ലാഷ് വന്നാണ്. അടുത്ത ആഴ്ച തന്നെ ഓണത്തിന്റെ സിനിമകളെല്ലാം റിലീസ് ആവുകയാണ്. അതെ, അപ്പം തലപതി ഒരു ട്രിബ്യൂട്ട് സിനിമയാണ്. അത് തമിഴ്നാട് തെളിയിച്ച എല്ലാ തിയേറ്ററിലും പാവപ്പെട്ടവർ നമ്മൾ എല്ലാവർക്കും എല്ലാ തിയേറ്ററിലും എന്താ സിനിമ റിലീസാണ്. അപ്പൊ വളരെ ത്രില്ലടിച്ചൊരു ട്രെയിലർ ആയിരുന്നത്. നമുക്ക് എന്തായാലും സെപ്റ്റംബർ 5 തിയേറ്ററിൽ തന്നെ കാണും. ഇതിന്റെ റിവ്യൂ നമ്മൾ ഇടുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.